ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഗാർഡൻ വീഡിയോയിൽ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിലെ കുറേ പൂച്ചെടികളുടെ പേര് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഓക്കെ, ബൈ ദ ബൈ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗാർഡൻ വീഡിയോയിലെ ആദ്യത്തെ പൂച്ചെടി ഏതാണെന്ന് വെച്ചാൽ ഒരു പിങ്ക് കളർ തെച്ചിയാണ്. എനിക്കതൊരു വീട്ടിൽ ഒരുപാട് തെച്ചിയാണ് തോന്നുന്നു ഉള്ളത്. അടുത്തത് കാണിക്കാൻ പോകുന്നത് തെച്ചി, കളർ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോഴേ കാണിച്ചത് പിങ്ക്, ഇപ്പോൾ കാണിക്കുന്നത് റെഡ്, മുഴുവൻ തെച്ചിമയെന്ന് പറയാം. അപ്പോൾ നമുക്ക് വെറൈറ്റിക്ക് അടുത്തത് നമ്മൾ ഇവിടങ്ങളിൽ പറയുന്നത് ഒരു സൂചിമുല്ല എന്നാണ് ഇവിടങ്ങളിൽ പറയുന്നത്. ബാക്കി വെച്ചാൽ അതിൻ്റെ ഒരു മൊട്ട് പോലും കാണുന്നില്ല എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത് കാണിക്കാൻ പോകുന്നത് എന്താ പറയുക, ഈ ഒരു പൂച്ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ ട്വിസ്റ്റാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇങ്ങനെ പേരറിയാത്ത ഒരുപാട് പൂച്ചെടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ട്വിസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഉടനീളം പ്രതീക്ഷിക്കാം. എനിക്കൊരു പൂച്ചെടി നല്ല ഇഷ്ടമാണ്. ഈ ഒരു പൂച്ചെടിയുടെ പേരും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെക്കില്ലേ, അതുപോലെ വെക്കുന്ന ഒരു പൂച്ചെടിയാണിത്. അടുത്ത് കാണിക്കാൻ പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ. ആ ഒരു പിങ്കും ബ്രൗണും ഗ്രീനും ഒക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. ഇതേപോലത്തെ വെറൈറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ കളർ എനിക്കെന്തോ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു ഡിമ്മായിട്ടുണ്ട് ആ ഒരു കളറ്. ഈ ഒരു പൂച്ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലെല്ലാവരുടെയും കാണുന്നുണ്ടെന്നാണ് ഒരു വിശ്വാസം. ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനത്തെ ഒരു കളർ, അതായത് വെറൈറ്റി പൂച്ചെടി കാണുന്നുണ്ട്. ഇത് ഞാൻ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഇട്ടിട്ടുണ്ട് ഈ ഒരു പൂച്ചെടീനെ കുറിച്ചിട്ട്. അടുത്തത് കാണിക്കുന്നതും തെച്ചി. ഈ ഒരു തെച്ചിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു തെച്ചിയുടെ ഇലകളൊക്കെ ചെറുതാണ്, അതുപോലെ തന്നെ ചുവപ്പ് കളറാണെങ്കിലും പൂവെല്ലാം ചെറിയ പൂവാണ്. പിന്നെ ലൈറ്റ് കളർ റെഡുമാണ്. അടുത്തത് എപ്പോഴോ ഒരു ക്രിസ്മസിന് മേടിച്ച് വെച്ച വരണ്ട ക്രിസ്മസ് ചെടി എന്ന് വേണമെങ്കിൽ പറയാം. പൈസ പോയി, വെറുതെ മേടിച്ച് വെച്ചു, വരണ്ട ഉണങ്ങിയിരിക്കുകയാണ്, ഒരു പ്രയോജനമില്ല. അടുത്തത് കാണിക്കുന്നത് എല്ലാവരും വിചാരിക്കും ഇത് കുരുമുളക് ചെടിയാണെന്ന്. പക്ഷെ ഇത് കുരുമുളക് ചെടിയല്ല, ഇത് വെറ്റില ചെടിയാണ്. എല്ലാവരും ചോദിക്കുന്നത് ഇത് കുരുമുളകാണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത് കുരുമുളകല്ല, ഇത് വെറ്റിലയാണ്. ഇതുപോലെ തന്നെയാണ് കുരുമുളക് ചെടിയുടെ ഇലയും, സെയിം ആണ്, അത്ര മാറ്റമൊന്നുമില്ല. കുരുമുളക് ചെടിയുടെ ഒരുപാട് ഡാർക്കെന്നേ ഉള്ളൂ. ഇത് ഡാർക്കും ലൈറ്റും, അതായത് നമുക്ക് കണ്ട ആ ഒരു ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയും. പക്ഷെ ഇത് വെറ്റില ചെടിയാണ്, കുരുമുളക് ചെടിയല്ല. ഈ ഒരു ചെടി പറഞ്ഞാൽ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലയിട്ട വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലദോഷം, പനി ഇതൊക്കെ ഒരു റിലീഫ് കിട്ടുന്നതാണ് പറഞ്ഞു വരുന്നത്. ഈ ഒരു ചെടിയുടെ കോമൺ നെയിം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ബൊട്ടാനിക്കൽ നെയിം ഫ്ലാമിംഗോ ഫ്ലവർ എന്നാണ്. ഈ ഒരു ചെടിയിൽ ഒരു റെഡ് കളർ ഫ്ലവർ വരും. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഫ്ലവർ ഒന്നും കണ്ടില്ല. ഞാൻ ആ ഒരു പൂച്ചെടിയിൽ കണ്ടില്ല. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഫ്ലവർ കണ്ടില്ല. ഈ ഒരു പൂച്ചെടി ഫേമസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പൂച്ചെടി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടങ്ങളിൽ ഈ ഒരു പൂച്ചെടീൻ്റെ പറയുന്ന പേര് നിത്യകല്യാണി എന്നാണ്. ഇനിയും വെറൈറ്റി പേരുകൾ ഈ ഒരു പൂച്ചെടിക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് വൈറ്റ് കളർ, ഒരു പിങ്ക് കളർ ഒക്കെ ഉള്ള ഷെയ്ഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്